ദേശാതിർത്തികളെ കലയുടെ മാനവികത കൊണ്ട് മറികടക്കുകയാണ് ജമ്മുകശ്മീരിലെ പൂഞ്ച് സ്വദേശികളായ 5 വിദ്യാർത്ഥികൾ. സ്വന്തം നാട്ടിൽ കാണാത്ത കലാമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് കോഴിക്കോട് മർക്കസ് HSSലെ ഈ വിദ്യാർത്ഥികൾ. വടക്ക് ഇന്ത്യയുടെ പൂന്തോട്ടത്തിൽ നിന്നിങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തി കലോത്സവ നഗരിയിലെ വസന്തമായവർ. ഉറുദു വിഭാഗം കഥ, കവിത, പ്രസംഗം തുടങ്ങിയ രചനാ മത്സരങ്ങളിലെ സ്ഥിരം വിജയികളാണ് ജമ്മുവിലെ പൂഞ്ച് സ്വദേശികളും പേരാമ്പ്ര മർക്കസ് HSലെ വിദ്യാർത്ഥികളുമായ ഇവർ. 2011 മുതൽ ആരംഭിച്ച ജൈത്രയാത്രയുടെ തുടർച്ചയായി വേദികൾ കീഴടക്കാനെത്തിയതാണ് ഉറുദുവിലെ ഈ കശ്മീരി സ്ക്വാഡ്. मेरे आका को देखोगे चमकना भूल जाओगे. അധ്യാപകരായ അഹമ്മദിന്റെയും നൌഫലിന്റെയും പരിശീലനത്തിലാണ് ഇവർ മത്സരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നാട്ടിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഇല്ല. അതുപോലെ തന്നെ ഇവർ കലാമത്സരത്തിൽ മാത്രമല്ല കായിക രംഗത്തും ഇവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ കേരളത്തിൽ വന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് ഇതുപോലെയുള്ള മത്സര പരിപാടികൾ ഇവരുടെ നാട്ടിലും വന്നിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആശിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികളാണ് ഇവർ. സ്വന്തം നാട്ടിൽ ഇല്ലാത്ത കലാപൂരം ആസ്വദിക്കാൻ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രയിലാണിവർ. രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. പരിമിതിയല്ല, പരിധികളില്ലാത്ത ഇച്ഛാശക്തിയാണ് ശത എന്ന കുട്ടിക്കലാകാരിയെ കോഴിക്കോട് നിന്ന് കൊല്ലത്തെ കലോത്സവ നഗരിയിൽ എത്തിച്ചത്. കവിതയെ ഏറെ സ്നേഹിക്കുന്ന ശതയ്ക്ക് സർക്കാരിനോടും ചിലത് പറയാനുണ്ട്. കലോത്സവം കേട്ടറിയാനാണ് അമ്മയുടെ കൈപിടിച്ച് ശത കൊല്ലത്തെത്തിയത്. വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള അവളുടെ കൂട്ടും ഈ അമ്മ തന്നെ. കോഴിക്കോട് ചെറുവണ്ണ GVHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷത ഷാനവാസ്. ഏറെ ഇഷ്ടപ്പെട്ട ജാനകി പോരു എന്ന കവിതയാണ് ഷത ചൊല്ലിയത്. സന്ധ്യ ചായുകയാവും ലങ്കയിലിപ്പോൾ ഭൂവിൻ സംഗീതമെല്ലാം ഒറ്റരാക്കിളിയുടെ ചുണ്ടിൽ വന്നലിയുകയാവും മല്ലികാ സുഗന്ധത്തിൽ. ഹൈസ്കൂൾ വിഭാഗം പദ്യം ചൊല്ലലിൽ A ഗ്രേഡും ഷതയ്ക്ക് തന്നെ. കാഴ്ച പരിമിതരെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കണമെന്നാണ് സർക്കാരിനോട് ഷതയ്ക്ക് പറയാനുള്ളത്. ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ഓരോരോ മനുഷ്യർ അവരവരുടേതായ തിരക്കുകളിലൂടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സഹായിക്കാനും ആളുകൾ അധികം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പം അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ ഈ കാഴ്ച പരിമിതിയുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണകരം. എന്നോടൊപ്പമുള്ള ഈ കുട്ടി കലാകാരിയുടെ പേര് ഷത എന്നാണ്. ഷതയുടെ അർത്ഥം എന്താണ് മോളെ? സുഗന്ധം. അതെ, മനസ്സ് നിറയെ സുഗന്ധം പരത്തിക്കൊണ്ടാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് ഷത തിരികെ കോഴിക്കോടേക്ക് പോകുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24.